ഹായ് ഫ്രണ്ട്സ്, മംസ് ഫേവറേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗുഡ് ഫ്രൈഡേക്ക് ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന പാൽ കുറുക്കാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ദുഃഖ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോയി വന്നാൽ കയ്പനീര് കുടിക്കും. ഒരു നേരം എടുക്കുന്നവർ ഉച്ചയ്ക്കായിരിക്കും ഭക്ഷണം കഴിക്കുക. ചിലർ ഭക്ഷണത്തിന് മുൻപായിരിക്കും ഈ പാൽ കുറുക്കും മാങ്കറിയും കഴിക്കുക. ചിലർ ഭക്ഷണത്തിന് ശേഷമായിരിക്കും കഴിക്കുക. ഫാസ്റ്റിംഗ് എടുക്കുന്നവർ ആദ്യം തന്നെ പാൽ കുറുക്കിൽ മാങ്ങാക്കറി ഒഴിച്ച് കഴിച്ചതിന് ശേഷമായിരിക്കും മറ്റുള്ള സാധനങ്ങൾ കഴിക്കുക. മാങ്ങാക്കറിയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആ വീഡിയോ എല്ലാവരും കാണണം. അതുപോലെ തന്നെ മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കുകയും വേണം. ഇനി നമുക്ക് പാൽ കുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൽ കുറുക്ക് തയ്യാറാക്കാനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. 1/2 കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. പാൽ കുറുക്കുന്നതിന് സാധാരണ മധുരം ഇടില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും മധുരം വേണ്ടതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട്. ഇത് 1.5 ടീസ്പൂൺ പഞ്ചസാരയുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ 3-4 ഏലക്കായും. ഇത്രയും സാധനങ്ങളെ വേണ്ടു നമുക്ക് പാൽ കുറുക്ക് തയ്യാറാക്കാനായിട്ട്. ഇനി ഏലക്കായും ജീരകവും പൊടിച്ചെടുത്തിട്ട് വരാം. കുറുക്ക് തയ്യാറാക്കാനായി ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടി ഇടാം. 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. തീരെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. 2-ാം പാല് വേണമെങ്കിൽ എടുത്തേക്കാം. മിക്സ് ചെയ്യുമ്പോൾ പാല് പോരായി വരികയാണെങ്കിൽ 2-ാം പാലിൽ നിന്ന് ഒഴിക്കാം. ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടയൊന്നും ഇല്ല. ഇനി നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ഇടാം. നന്നായി മിക്സ് ചെയ്യാം. മധുരം ചേർക്കാതെയാണ് പാൽ കുറുക്ക് തയ്യാറാക്കേണ്ടത്, പക്ഷേ നമ്മൾ കുറച്ച് മധുരം ചേർക്കണമെന്ന് മാത്രം. 1 നുള്ള് ഉപ്പ് ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത്. ഇനി പൊടിച്ചു വെച്ചിട്ടുള്ള നല്ല ജീരകത്തിൻ്റെയും ഏലക്കായയുടെയും പൊടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. തുടക്കത്തിൽ എപ്പോഴും ഇളക്കണ്ട. ഇപ്പോൾ കുറുകി വന്ന് തുടങ്ങി. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നിർത്താതെ ഇളക്കുകയും വേണം. ഇപ്പോൾ പാൽ കുറുക്ക് റെഡിയായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ തൂവി കൊടുക്കാം. ഈ എണ്ണ തൂവി കൊടുത്ത ഈ പ്ലേറ്റിലേക്ക് നമുക്ക് കുറുക്ക് മാറ്റാം. ഒരു സ്പൂൺ വെച്ചോ വിരലുകൊണ്ടോ ഒന്ന് പരത്തി കൊടുക്കാം. ചൂടാറിയാൽ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടൊന്നുമില്ല, ചൂടൊക്കെ പോയി. നമുക്കിത് മാറ്റാം. പാൽ കുറുക്ക് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മാങ്ങാക്കറി ചേർത്താണ് കഴിക്കുക. സാധാരണ മധുരം ചേർക്കാത്ത പാൽ കുറുക്കിൻ്റെ കൂടെയാണ് മാങ്ങാക്കറി ചേർത്ത് കഴിക്കുക. മധുരം ചേർത്തതായാലും മാങ്ങാക്കറി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്ത് മാങ്ങാക്കറി ഒഴിക്കാം. ഇതാ മാങ്ങാക്കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങാക്കറിയുടെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വളരെ എളുപ്പമല്ലേ പാൽ കുറുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.